പൗരാവകാശങ്ങളാകെ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ സ്നേഹലത റെഡ്ഡി എന്ന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും നടിയും കലാകാരിയും എഴുത്തുകാരിയുമായ സ്നേഹലത റെഡ്ഡിയുടെ കഥ പറയുന്നതാണ് ഈ നാടകം. സൈബർ ഇടങ്ങളിൽ അഴിഞ്ഞാടുന്നവർക്ക് എന്ത് സ്നേഹലത റെഡ്ഡി? അറിയണം അവരാര് എന്നത്. കലയെയും ജീവിതത്തെയും പോരാട്ടമാക്കി മാറ്റിയ അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്നേഹലത റെഡ്ഡിയെ കൂടുതൽ പേർ അറിയാൻ ഈ വിവാദം സഹായകമാകുമെങ്കിൽ അത് നല്ലതാണ്. 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പിട്ടതോടെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിൽ വന്നത്. പൗരാവകാശങ്ങളും ജനാധിപത്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലം. ഇന്ദിര എന്നാൽ ഇന്ത്യയെന്നും ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാലം എന്നതുകൂടിയായിരുന്നു അത്. 71 പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തതോടെ ദുർഗയുടെ തലത്തിലേക്ക് വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും എത്തിച്ച ഇന്ദിരാഗാന്ധി അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച കലാകാരന്മാരിൽ ഭൂരിപക്ഷവും ഇന്ദിരയ്ക്ക് ഒപ്പമായിരുന്നു. എതിർപ്പുള്ളവരിൽ ഭൂരിപക്ഷവും എതിർത്താൽ ഉണ്ടാകാവുന്ന അപകടമറിഞ്ഞ് നിശബ്ദരായി. എന്നാൽ ആ ഗണത്തിലെ ആളായിരുന്നില്ല സ്നേഹലത റെഡ്ഡി എന്ന നർത്തകിയും നടിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന സ്നേഹലത റെഡ്ഡി. കൗമാരകാലത്ത് തന്നെ കൊളോണിയൽ വസ്ത്രങ്ങളും എന്തിന് പേരുപോലും ഉപേക്ഷിച്ച വിപ്ലവത്തിന്റെ ഉശിര് ഉള്ളിൽ നിറഞ്ഞ സ്നേഹലതയ്ക്ക് നഗ്നമായ മനുഷ്യാവകാശ ലംഘനം കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അവർ രൂക്ഷമായി പ്രതികരിച്ചു. സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. അന്നത്തെ സോഷ്യലിസ്റ്റ് യുവ തുർക്കി ജോർജ് ഫെർണാണ്ടസ് അടക്കം മുഖ്യപ്രതികളായ ബറോഡ ഡൈനാമൈറ്റ് കേസ് കൊടുമ്പിരി കൊണ്ട കാലത്ത് ഫെർണാണ്ടസിനെ ഒളിവിൽ താമസിപ്പിക്കാൻ സ്നേഹലത തയ്യാറായി. 1976 മെയ് 2 അവർ അറസ്റ്റിലായി. ജയിലിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഒരു രഹസ്യവും പുറത്തു പറയാൻ അവർ തയ്യാറായില്ല. രാഷ്ട്രീയ തടവുകാരായി എത്തുന്ന സ്ത്രീകളെ അടക്കം ജയിലിൽ നഗ്നരാക്കുന്ന രീതിക്കെതിരെ അവർ ജയിലിൽ പ്രതിഷേധമുയർത്തി. ജയിൽ അധികൃതർ പീഡനം തുടർന്നിട്ടും അവർ പിന്മാറിയില്ല. നിരാഹാരവും കടുത്ത ആസ്മാരോഗവും അവരുടെ ആരോഗ്യനില അടക്കം വഷളാക്കി. കൃത്യമായ ചികിത്സ നൽകാതെ കടുത്ത ആസ്മാരോഗിയായ അവരെ വായുവും വെളിച്ചവും കയറാത്ത മുറിയിൽ അടച്ചു. കടുത്ത മരുന്നുകൾ നൽകി അവരുടെ ആരോഗ്യം വഷളാക്കി. 8 മാസത്തിൽ അവർ ഹൃദ്രോഗിയും കടുത്ത ആരോഗ്യ പ്രശ്നവുമുള്ള ഒരാളുമായി മാറി. 8 മാസത്തെ കൊടിയ പീഡനത്തിനൊടുവിൽ ജയിൽ മോചിതയായതിന് പിന്നാലെ അവർ അന്തരിച്ചു. സ്നേഹലതയ്ക്ക് ദേശീയ പുരസ്കാരം നേടി നൽകിയ സംസ്കാര സിനിമയ്ക്ക് ആധാരമായ സംസ്കാര എന്ന നോവൽ എഴുതിയ പ്രശസ്ത എഴുത്തുകാരൻ UR അനന്തമൂർത്തിയാണ് സ്നേഹലതയെ അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത്. ജയിലിൽ നഗ്നയായി അടക്കം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്നേഹലതയുടെ ജീവിതം നാടകത്തിൽ അവതരിപ്പിച്ചതിനെയാണ് ഇവർ വിമർശിച്ചത്. കുറ്റവാളികൾ ചരിത്രത്തെ ഭയപ്പെടുക തന്നെ വേണം. ചരിത്രം അറിയുന്നവർ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതും ഒരു പോരാട്ടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.